നമസ്തേ. ആഴി തന്നിൽ മുഴുകിയ വേദത്തെ മീളുവാനൊരു മീനായി ചെന്നുടൻ ഏഴു സാഗരം ചൂഴ നിന്നിടുന്ന വേദമൊമ്പടു കാണണം ഗോവിന്ദ. ഇന്ന് കേരള വിഷന്റെ പേരിന്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 410ാമത്തെ എപ്പിസോഡിലെത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാര്യ. ഇന്നത്തെ ദിവസം 2/11/2016 എന്ന രണ്ടിൻ്റെ ദിവസം. 2 എന്നത് 2 കൂടാതെ 11, 20, 29 എന്ന് പറഞ്ഞ സംഖ്യകളൊക്കെ 2നെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ 2ൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ്. എന്നാൽ നാളെ അവർക്ക് അത്ര നല്ല ദിവസമല്ല. മറ്റന്നാൾ വെള്ളിയാഴ്ച വളരെ നല്ല ദിവസമാണ്. ശനിയാഴ്ച നല്ലതല്ല, പിന്നീട് ഞായറാഴ്ച. അപ്പോൾ ഈ ആഴ്ചയിൽ ഞായർ വരെയുള്ള ദിവസം 2 ദിവസം മാത്രമേ ഇവർക്ക് നല്ലതായിട്ട് പറയുന്നുള്ളൂ. ഇതുപോലെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാനായിട്ട് കഴിഞ്ഞാൽ സത്യവ്യക്തത, കൃത്യബോധനം, പിഴയ്ക്കാത്ത പ്രവചനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി. നിങ്ങൾക്ക് വിളിക്കാം. ഏറ്റവും ആദ്യത്തെ കോളറിനെ നമുക്ക് സഹൃദയം സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് കോളർ. ഹലോ. പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞോളൂ. സീനത്ത്. ലീനത്താണ് അല്ലേ? ലീനത്ത്. LEE ഉണ്ട് അല്ലേ? NITH അല്ലേ? NI ആണോ NA ആണോ? I ആണ്. ഓക്കെ. ലീനത്ത്. ഇനീഷ്യൽ പറയൂ പേരിന്റെ. N. ഡേറ്റ് ഓഫ് ബർത്ത് 22/8/1950. 1950. 80. ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു? കണ്ണൂർ. ഓക്കെ. ഇത് പെൺകുട്ടിയാണല്ലോ അല്ലെ? അല്ല, ആൺകുട്ടി. ലീനിത്തല്ലേ ആൺകുട്ടി? ലീനിത്ത്. ഓക്കെ. ഇത് ഇദ്ദേഹം സ്വന്തം നാട്ടിലല്ലാതെ ജോലി ചെയ്ത് കഴിഞ്ഞാലേ ഗുണമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളൂ. 36 വയസ്സാണ് ഇപ്പോഴ് നിൽക്കുന്ന ഒരു സമയം. 36 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം ഒക്കെ നടത്തുന്നത് ശരിയല്ലാത്ത സമയത്ത് ആയിട്ടുണ്ടെങ്കിൽ, ശരിയല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ലീനിത്ത് എന്ന് പറഞ്ഞ പേരിനകത്ത് 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം അരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കല്യാണമൊക്കെ, വിവാഹമൊക്കെ അത് 2 എണ്ണത്തിൽ അവസാനിക്കാനായിട്ടുള്ള, 2 വിവാഹമൊക്കെ വരാനായിട്ടുള്ള സാധ്യത പോലും ഉള്ള ഒരു ജാതകം ആണ്. എന്നാൽ 36 ഇപ്പോഴുള്ളൊരു സമയം, 37ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച 2017 മുതലുള്ള ഒരു സമയം ഇദ്ദേഹത്തിന് വളരെ വളരെ നല്ല ഒരു സമയം ആണ്. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളും ഈ വെള്ളവുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളും ഇദ്ദേഹത്തിന്, യാത്ര ചെയ്യുന്ന തൊഴിലുകൾ, ഓട്ടോറിക്ഷ മുതൽ ബസ്, കാറ്, ലോറിയൊക്കെ ഓട്ടിക്കുന്ന, യൂണിഫോം അണിയുന്ന ജോലിയൊക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി, ഫ്രാഞ്ചൈസി, ജലസംബന്ധിയായ വിഷയങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. അതിലും തന്നെ യൂണിഫോം ഉള്ള ജോലിയൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സമയം വളരെ മോശമായൊരു സമയമാണ്. വിദേശത്താണെങ്കിൽ അതിൻ്റെ വിസ മാറ്റാനൊക്കെ ആയിട്ടുള്ള തത്രപ്പാട് ഈ വർഷം ആവരുത്. 2017 മുതൽ നല്ലതായിട്ടുള്ള ഒരു സമയമാണ്. വിവാഹം കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയം 28ൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിന് പറയുക. 23 വയസ്സിൽ വിവാഹം കഴിച്ചാൽ കുഴപ്പം ഇല്ല. 24 മുതൽ പിന്നെ 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം ചെയ്യുന്നത് ദോഷമാണ്. കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇതന്നെ ഞാൻ പറഞ്ഞത്, വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അടുത്ത കൊല്ലമേ ഉള്ളൂ. ഇതിന്റെ മുൻപ് വിവാഹം ഉറപ്പിക്കുകയോ വിവാഹം തീരുമാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പര്യവസാനിക്കുക. അങ്ങനെ ആവുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. 2 കളത്രത്തെ കൊണ്ട് നടക്കണമെന്ന് അർത്ഥമാക്കണ്ട. ഒരു വിവാഹം വന്ന് മുടങ്ങിപ്പോയിട്ട് മറ്റൊന്ന് നടത്തുന്നതിന് അപ്രകാരം പറയും. എന്ത് ജോലി ചെയ്യണോ ലീനിത്ത്? ഓക്കെ, പറഞ്ഞത് ഓക്കെയാണല്ലോ അല്ലേ? 5 ഭാഗ്യസംഖ്യ. നീല നിറം, പച്ച നിറം ധരിക്കുക. ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കട്ടെ, കറുത്ത ഷർട്ട് ഒക്കെ ധരിക്കട്ടെ കേട്ടോ. വിളിച്ചതിൽ അടുത്ത കൊല്ലം നടത്തിക്കോളൂ. അടുത്ത കൊല്ലം ഫെബ്രുവരിയാണ് ഏറ്റവും നല്ലത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആവരുത് ഇദ്ദേഹത്തിന്റെ വിവാഹം. ഏപ്രിലൊക്കെ നടത്തി കഴിഞ്ഞാൽ കുഴപ്പം. ഏപ്രിൽ, മെയ് ഒക്കെ ദോഷങ്ങളുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം ഈ പറഞ്ഞ 2 മാസം ഒഴിവാക്കിയിട്ട് വിവാഹം നടത്തി കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നുമില്ല. ആള് നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. നാട്ടിലെന്ന് വെച്ചാൽ ഈ കണ്ണൂര് തന്നെയാണോ ജോലി ചെയ്യുന്നത്? അതെ.
കുറച്ച് തെക്കൻ കിഴക്കൻ ജില്ലകളിലേക്കൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന, ജോലി മാറ്റം ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം അതിന് പറ്റുന്ന സമയമാണ്. ഈ കൊല്ലം അതിനുവേണ്ടി ശ്രമം നടത്തേണ്ടതില്ല. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഭൂമിയുടെ പ്രകൃതിയായുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. 27.3 ദിനരാത്രങ്ങളെ കൊണ്ട് ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുകയും സൂര്യനെ ഒരു വട്ടം ചുറ്റുകയും ചെയ്യുന്നു. ജലാംശമോ ഒന്നും ഇല്ലാത്ത ഈ ഗ്രഹം തികച്ചും പാറ നിർമ്മിതമായതാണെന്നാണ് കണ്ടെത്തൽ. ഈ ഗ്രഹത്തിൽ ജനിച്ചവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് നാമം ശരിയായ രീതിയിൽ വെച്ചില്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തി, കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരിക, വളരെ സമയം കഴിഞ്ഞിട്ട്, അതായത് ഒരു 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നും നേടാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. ഇതിനെ മറികടക്കാനായിട്ട് ഇവരുടെ പേരിൻ്റെ ആദ്യാക്ഷരമോ ഇടയിലോ ബി അല്ലെങ്കിൽ കെ, ഇതുമല്ലെങ്കിൽ ആർ എന്നുള്ളൊരു അക്ഷരത്തിൽ തുടങ്ങുന്ന പേര്, ബിയിൽ തുടങ്ങുന്ന പേരാണ് വളരെ നല്ലതായിട്ട്. 2ൽ ജനിച്ച ആളുകളുടെ നാമം ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ബിയിൽ തുടങ്ങിയ ആളുകളാണ് വളരെ ഉന്നത സ്ഥാനമാനങ്ങളും സാമ്പത്തികമായും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുന്നതൊക്കെ അത്തരം പേര് വെച്ചവരിൽ കൂടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് 2ൽ ജനിച്ചവർക്ക് അത്തരം പേര് വരാനായിട്ട് ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇനി അഥവാ ഉണ്ടായില്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിനൊക്കെ അപ്രകാരം വെക്കാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞോളൂ. നിതിൻ. നിതുൻ, NITHUN അല്ലേ? നിതുൻ ഇനീഷ്യൽ ഓക്കെ. മിഥുനാണ് അല്ലേ? മിഥുനാണ് അല്ലേ? VM ഇനീഷ്യൽ അല്ലേ? ഓക്കെ. 19/5/87. മിഥുന്റെ ഇനീഷ്യൽ ഒന്നും കൂടി പറയൂ. അതൊക്കെ ഇനീഷ്യൽ പറയൂ. വീന്നോ എന്തോ പറഞ്ഞ പോലെ ഇനീഷ്യൽ പറയൂ. ഓക്കെ, അടുത്തത് VM ആണ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നത്? ഓക്കെ, കുട്ടിക്ക് വളരെ നല്ല ഒരു സമയത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. വിവാഹം പോലുള്ള ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇത് അടുത്ത വർഷം ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത വർഷമാണ് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു ഭവനം വരാൻ പറ്റുന്നൊരവസ്ഥ കാണുന്ന ഒരു ജാതകമാണ്. ഇതുവരെയുള്ള സമയത്തിൽ ഇതൊന്നും നടക്കാതെ വരികയും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയും ഒക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് എൻജിനീയറിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മമാണ് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. ഇപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് 38 വയസ്സ് 40 വയസ്സ് ഇത്രയും കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇനി അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് വരികയും ചെയ്യും. ഈ വർഷം കല്യാണം ശേഷം ഈ മിഥുൻ VM സ്വന്തം നാട് വിട്ടിട്ട് അബ്രോഡ് പോകാൻ പറ്റുന്ന അവസ്ഥ കാണുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചത്തിൽ വരുന്നൊരവസ്ഥ ഉണ്ട്. പരമാവധി 70 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 32 വയസ്സിന് ശേഷം 30ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ആരംഭിക്കുന്നു. 32 വയസ്സിന് ശേഷം ഏകദേശം 70 കൊല്ലക്കാലം ഇദ്ദേഹം 70 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിന് സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കി ഇദ്ദേഹം 8 ദിക്കിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാനായിട്ട് പറ്റുന്നൊരവസ്ഥയുണ്ട്. നാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ട ഒരവസ്ഥയും ഉണ്ടാവും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പേരിനകത്ത്. മിഥുൻ എന്നുള്ള പേര് നല്ല പേരാണ്. അതിൻ്റെ കൂടെ VM എന്ന ഇനീഷ്യൽ വന്നപ്പോൾ ദോഷമായി. VM എന്നുള്ള ഇനീഷ്യൽ നല്ല ഇനീഷ്യലുകളിൽ പെടുന്നതാണ്. പക്ഷേ ഈ മിഥുൻ്റെ കൂടെ വന്നപ്പോൾ ദോഷത്തിലേക്ക് വന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം കറുപ്പും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡുകളൊക്കെ ധരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. 5 ഭാഗ്യസംഖ്യ. എന്ത് ചെയ്യണു? വിവാഹിതനായോ? അവിടെ എന്ത് ചെയ്യണു? വളരെ നല്ലത് കേട്ടോ. എഞ്ചിനീയറിംഗ്, അതാണ് പെട്രോളിയം. ഇവിടെ എന്താണ് പഠിച്ചത് ആള്?
എന്നിട്ട് പിന്നെ പെട്രോളിയം ഗ്യാസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിച്ചതാണോ? അല്ലല്ല, അതൊരു ഇന്റർവ്യൂല് അങ്ങനെ പോയതാണ്. അദ്ദേഹത്തിന്റെ ജാതകത്തിൽ പറയുന്നത് എഞ്ചിനീയറിംഗ് ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓക്കെയാണ് കേട്ടോ. ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ ഉള്ള സാധ്യത ഉള്ള നേരമാണ്. ഇതിപ്പോ എങ്ങനെയാ 6 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോ വരുന്ന സിറ്റുവേഷൻ ഉണ്ടോ മിഥുൻ VM-ന്? ഇല്ല, 2 വർഷം കൂടുമ്പോഴേ വരുള്ളൂ. അപ്പൊ ഇപ്പൊ വരുന്നുണ്ടോ? ഇപ്പൊ വരണമെന്ന് ജനുവരിയും ഫെബ്രുവരിയിലൊക്കെ വരണമെന്ന് കാണുന്നുണ്ടല്ലോ. ഫെബ്രുവരി വരുന്നുണ്ട്. അപ്പൊ വിവാഹം നടക്കുമോ? വളരെ ശരിയായ സമയമാണ്. ഇപ്പൊ നടത്തി കൊടുക്കണം. അടുത്ത മാർച്ച് മാസത്തിന്റെ ഉള്ളിൽ എൻഗേജ് ആക്കി വിവാഹം തന്നെ നടത്തി കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ദോഷമായിട്ട് ഒരു 38 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പരമാവധി അവിടെ തന്നെ നിൽക്കുക. വിദേശത്ത് തന്നെ പരമാവധി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല. UAE-ലാണോ? ഖത്തർ. അവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? പറഞ്ഞു മനസ്സിലായല്ലോ? ശരിയാണല്ലോ. വിളിച്ചതിന് നന്ദി മിഥുൻ വി. ചന്ദ്രദശയിൽ ഭരണാധികാരികളിൽ നിന്നും അംഗീകാരം ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. സമ്പത്ത്, ഭൂസ്വത്ത്, സ്ത്രീകൾ എന്നിവരെ കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാവും ചന്ദ്രദശയിൽ. അതായത് 2, 11, 20, 29 എന്ന് പറഞ്ഞ ഡേറ്റുകളാണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നാണ് ന്യൂമറോളജിസ്റ്റ് പറയുക. പുഷ്പങ്ങൾ, വസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ ഇതൊക്കെ ഇവർക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൃഷ്ടാന ഭോജനം നിറയെ ഇവർക്ക് കിട്ടും. ഒരു അന്നത്തിന് മുടക്ക് ഇല്ലാത്ത ഗ്രഹമാണ് ചന്ദ്രൻ എന്നത്. ഇതിൽ തന്നെ ഇവർക്ക് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട, ഫുഡുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് പോലെയൊക്കെയുള്ള സംഭവങ്ങളും ഇവർക്ക് ഗുണമായിട്ട് വരും. അതിന് നമുക്ക് നിദാനമായിട്ട് പറയുന്നത് ചന്ദ്രൻ്റെ ഒരു സാഹചര്യം ഉള്ള കാരണം കൊണ്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞ 2 മുഖങ്ങളുള്ള ഒരു പ്ലാനറ്റാണ്. അതിനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ട്, അമാവാസിയും പൗർണമിയും എന്നൊക്കെ അതിനെ പറയും. സ്വയം പ്രകാശിക്കാൻ കഴിയാത്ത ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് പ്രകാശപൂരിതമാകുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനാണ് നമുക്ക് രാത്രിയിൽ വെളിച്ചം തരുന്നത്. ചന്ദ്രൻ മറ്റുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കുന്ന ഒരു ഗ്രഹാധിപൻ കൂടി ആയ കാരണം കൊണ്ട് ഇതിൽ ജനിച്ചവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ, അവരുടെ മാനസികമായിട്ട് അവർ സ്വാർത്ഥതയില്ലാത്തൊരവസ്ഥ വരുമെന്നാണ് ന്യൂമറോളജിസ്റ്റ് പറയുക. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേര് പറഞ്ഞോളൂ. പേര് വിഘ്നേഷ് കൃഷ്ണൻ. വിഘ്നേഷ്, VIGNESH കൃഷ്ണൻ അല്ലേ? ഓക്കെ. വേറെ ഇനീഷ്യൽ ഉണ്ടോ? വേറെ ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 14/11/2013. ഓക്കെ. എവിടുന്ന് വിളിക്കുന്നത്? 2013 അല്ലേ? ഓക്കെ. എവിടുന്ന് വിളിക്കുന്നു ഡിയർ? കുന്നംകുളം. ഇപ്പോൾ 2013 എന്ന് പറയുമ്പോൾ 2016 നവംബറിൽ വരുമ്പോൾ അദ്ദേഹത്തിന് 3 വയസ്സ് തികയും. ഈ കുട്ടിക്ക് ശേഷം അടുത്ത ഒരു കുട്ടിയും ജനിച്ചിട്ടില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല. ഈ പേരിനകത്തും പറയുന്നില്ല, ജാതകത്തിലും ഇല്ല. 6 വയസ്സ് വരെ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ന്യൂമറോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 14 എന്നുള്ള സംഖ്യനെ കുറച്ചൊരു സൂക്ഷ്മതയോട് കൂടിയിട്ട് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ തടസ്സമൊക്കെ വരുന്നതാണ് പറയുക. എതിർപ്പ് തോന്നുന്ന കാര്യങ്ങൾ, അനുസരണക്കേട് ഇതൊക്കെ വരിക. സാമ്പത്തികമായിട്ട് ഉയർച്ചയല്ല, തളർച്ച ഉണ്ടാവുന്ന ഒരവസ്ഥ. വിഘ്നേഷ് എന്ന് പറഞ്ഞ പേര് ഗണപതിയുടെ നാമമാണ് അല്ലേ? വിഘ്നേഷ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെ, ഗണേഷ് എന്നൊക്കെ പേര് വെച്ചാലും അത് തന്നെയാണ് അർത്ഥം. നല്ലൊരു ദൈവിക നാമമൊക്കെ ആയിട്ടാണ് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്ന ഈശ്വരനാണ് ഗണേശൻ. പക്ഷെ അത് നാമത്തിൽ ഒരു മനുഷ്യന്റെ നാമത്തിൽ അത് ചേർക്കുന്നത് അത്ര നല്ലതല്ല. ഒപ്പം ഗണേശന്റെ കൂടെ ഗണേശനും കൃഷ്ണനും കൂടിയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിന് സാമ്പത്തികത്തിനൊന്നും ഗുണമില്ലാത്ത ഒരവസ്ഥ, 52 വയസ്സ് വരെ വെറുതെ പാഴായി പോയ ഒരു ജന്മമാകുന്ന ഒരവസ്ഥ വരുമെന്നാണ് പറയാം. പേരില് മാറ്റിക്കോളൂ. എന്തെങ്കിലും അസുഖങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, എല്ലാം ആഷ് ആക്കുന്ന അവസ്ഥ. വിഘ്നേഷ് എന്ന് പറഞ്ഞാൽ ആഷ്, ചാരം എന്നാണ് അതിനെ ന്യൂമറോളജിക്കല് ഡിസൈൻ ചെയ്യുക.
മാത്രമല്ല 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നീട് പഠനം ഇദ്ദേഹത്തിന് 14 ശേഷം 18 ശേഷം പിന്നെ വിദ്യാഭ്യാസമില്ല. ഇപ്പോൾ 10 വരെയുള്ള കാലഘട്ടത്തിൽ തോൽക്കുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് 10 വരെ എത്തും, 17 വയസ്സ് വരെ, 15 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം പിന്നീട് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഓർമ്മയുണ്ട്, പക്ഷേ പരീക്ഷ എഴുതുന്ന നേരത്ത് മറന്നു പോകുന്ന ഒരു അസുഖം വരിക. ഇതാണ് തടസ്സങ്ങൾ എന്നുള്ള അർത്ഥം ആക്കുന്നത്. വിഘ്നേഷ് കൃഷ്ണൻ എന്നുള്ള പേരിൽ വിഘ്നേഷ് തന്നെ മാറ്റിക്കോളൂ. കൃഷ്ണൻ, ഇനിയിപ്പോൾ കൃഷ്ണൻ വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ എന്നൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കാര്യങ്ങൾ നോക്കൂ. ജാതകത്തിൽ വലിയ ദോഷമില്ലാത്തൊരു കുട്ടിയാണ്. 6 വയസ്സ് വരെ ഇത്തിരി ദോഷമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാണ് ഭാഗ്യസംഖ്യ, അനുകൂലമായ നിറം പച്ച നിറം, നീല നിറം, മഞ്ഞ നിറം ധരിക്കുക. കുട്ടി ജനിച്ചതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച വരണമെന്ന് ജാതകത്തിൽ പറയുന്നു. പക്ഷേ വിഘ്നേഷ് കൃഷ്ണൻ എന്നാണെങ്കിൽ അച്ഛനൊക്കെ സാമ്പത്തികമായ വ്യവസ്ഥകൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവുക, ജോലി വിട്ടുപോവുക, ഇതൊക്കെ ഉണ്ടാവുന്നതാണ് പറയാം. ക്ലിയർ ആയല്ലോ? ഇതിൽ നമുക്ക് ഇപ്പൊ ഇനീഷ്യല് ഇട്ടിട്ടില്ല, അതും ഒരു പോരായാണ്. കൃഷ്ണൻ എന്നുള്ളത് അച്ഛന്റെ പേരാണോ? വിഘ്നേഷിന്റെ അച്ഛന്റെ പേരാണോ കൃഷ്ണൻ? അച്ഛന്റെ പേരാണ്. ഓ, ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ വെച്ചാലും പോരാ, വിഘ്നേഷ് നീക്കം ചെയ്യൂ. വിഘ്നേഷ് നീക്കം ചെയ്യൂ കേട്ടോ. അച്ഛന്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പേരില്. ഇത് മാറ്റിയെടുക്കൂ ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ ദോഷമായിട്ട് വരുമെന്നുള്ള കാര്യം അച്ചട്ടാണ്, ഒരു സംശയം ഇല്ലാതെ ഞാൻ അത് പ്രവചിക്കുന്നു. ഓക്കെ, വിഘ്നേഷ് മാറ്റിക്കോളൂ. വിളിച്ചതിൽ നന്ദി വിഘ്നേഷ് കൃഷ്ണൻ. 4-ാം തീയതി കോഴിക്കോട് ഞാൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 5-ാം തീയതി സുൽത്താൻ ബത്തേരിയിൽ, 7-ാം തീയതി തൃശ്ശൂരും, 11-ാം തീയതി കോട്ടയത്തും, 12-ന് കൊല്ലത്തും, 14-ന് തൊടുപുഴയിലും ക്യാമ്പുണ്ട്, 18-ാം തീയതി ചേർത്തലയിൽ, 19-ാം തീയതി പത്തനംതിട്ടയിൽ. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം പേരും മൊബൈൽ നമ്പറും പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. വെൽക്കം ബാക്ക്. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാലാചാരി അവതരിപ്പിക്കുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ. ഹലോ. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ കുട്ടി. പേര് ജസീന. ജസീന. JASEEN. എന്ത്? JASEEN. JASEE. യെസ്, എന്നെ എന്നില്ലേ? യെസ്, അത് തന്നെ എഴുതിയിരിക്കുന്നത്. ഇനീഷ്യൽ പറയൂ. VP. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 25/4/1993. എവിടുന്നാ വിളിക്കുന്നത്? മലപ്പുറം ജില്ല, തിരൂര്. ശരി. കുട്ടി, സർക്കാരിൻ്റെ ജോലി കിട്ടാനായിട്ട്, ഗവൺമെൻറ്റിൻ്റെ, അർദ്ധ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ജോലി കിട്ടാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ടീച്ചിങ് പ്രൊഫഷണൽ സർക്കാരിൻ്റെ ജോലി കിട്ടാനായിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ തന്നെ അർദ്ധത്തിലോ ബാങ്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ അർദ്ധ ഗവൺമെൻറ്റാണ്. അല്ലെങ്കിൽ തന്നെ സ്കൂളിലൊക്കെ ജോലി കിട്ടുമ്പോൾ പൂർണ്ണമായ ഒരു ഗവൺമെൻറ്റൊക്കെ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയ്ക്കുണ്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ വിദേശത്തേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ മിനിസ്ട്രിയിലൊക്കെ ജോലി കിട്ടാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഈ കുട്ടി സയൻസ് എടുത്ത് പഠിക്കുന്നതാണ് കൊമേഴ്സിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് പറയുന്നത്. ടീച്ചിങ് പ്രൊഫഷനാണ് ജസീന എന്നുള്ള പേരിനകത്ത് പറയുന്നത്. വാഗ്ദാടി, വാക്കുകൊണ്ട് അമ്മാനമാടുന്ന തൊഴിലുകളൊക്കെ ചെയ്യാൻ പറ്റും. നല്ലപോലെ ദൈവാധീനം ഉള്ള കുട്ടിയായിട്ടാണ് കാണുന്നത്. 22 വയസ്സ് കഴിഞ്ഞ കൊല്ലം ഇദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പം ഇല്ല.
അതിനുശേഷം പിന്നെ ഈ വർഷവും അതിന് കുറച്ച് ഭേദപ്പെട്ട ഒരു സമയമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് 28 വയസ്സിലാണ് വിവാഹമൊക്കെ നടക്കേണ്ടത്. വിവാഹം നടക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളിനെയാണ് കെട്ടേണ്ടതെന്നൊക്കെ പറയുന്നത്. ജസീന VP എന്നുള്ള പേര് വരുമ്പോൾ ഇദ്ദേഹത്തിന് ശേഷം ഉള്ള ഒരു ജനനം സഹോദരൻ ആവണമെങ്കിൽ കുറച്ച് ഡിസ്റ്റന്റ് കീപ്പ് ചെയ്തിട്ട് ഉണ്ടാവുകയാണെങ്കിൽ 4 7 എന്നൊക്കെയാണ് അതിനെ പറയുക. അല്ലെങ്കിൽ ഒറ്റയാനായിട്ടിരിക്കുക. സഹോദരന്മാരൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ 4 വയസ്സിന്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിലൊക്കെ ദോഷം വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക. കുട്ടിക്ക് ഇപ്പോൾ ഈ ഡിസംബർ വരെ വളരെ വളരെ നല്ല സമയമാണ്. ഈ പഠനം പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫിനിഷ് ആക്കുന്നതിനും നല്ലതാണ്. അടുത്ത വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. 2018 മുതൽ വളരെ നല്ല ഗുണമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നു. ഇനിയിപ്പോൾ 28ന്റെ ഉള്ളിൽ ഒന്നുകൂടി ഒരു സമയം കൂടി പറഞ്ഞു തരാം. 25ാമത്തെ വയസ്സിൽ 2018 വിവാഹം ചെയ്യാം. വിവാഹം വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. കാരണം അതിനാണ് ഇവിടെ കുറച്ച് വീപ്പ് എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു അക്ഷരത്തിൻ്റെ ഉടമയാണ് ജസീന. അതിൽ തന്നെ ജസീന ന ഒക്കെ അതിൽ വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് ദോഷമുള്ളതാണ്. എന്നാലും ഇതൊക്കെ വരാതിരിക്കാനായിട്ട് പറ്റുന്ന ജാതകവശാൽ ഉള്ള ഒരു പ്രത്യേകത ഇദ്ദേഹത്തിന് എല്ലാം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട് നല്ലൊരു സാധനം കിട്ടാൻ പറ്റുന്നൊരവസ്ഥയിൽ. വിവാഹം ആയോ ജസീന VP? വിവാഹം നോക്കിക്കൊണ്ടിരിക്കണൊന്നും ശരിയായിട്ടില്ല. അത് എങ്ങനെ ഏത് വയസ്സിലാണെന്ന് പറയാൻ 23 ഇപ്പോഴ്. അടുത്ത ഫെബ്രുവരി വരെ നല്ല സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് 2018 25 വയസ്സിലാണ്. ശരി. പിന്നെ ജോലിന്റെ എന്താ പഠിച്ചത് ജസീന VP? എന്താണ് പഠിച്ചത്? ഞാൻ +2 കൊമേഴ്സ് ആണ്. പിന്നെ TTC പഠിച്ചിരിക്കുകയാണ്. രണ്ടും ഉണ്ട്. ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. അതും രണ്ടിലും അത് TTCക്കാണ് കുറച്ച് സാധ്യത കൂടുതലുണ്ടാവുന്നത്. ടീച്ചിങ് പ്രൊഫഷനാണ് പറഞ്ഞത്. ജസീന എന്നുള്ള പേരിന് അത് തന്നെ ഒരു ഗുരുസ്ഥാനാണ് പറഞ്ഞത്. ജസീനയ്ക്ക് സഹോദരൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? സഹോദരനായിട്ടില്ല. 4 സിസ്റ്റേഴ്സ് ആണ്. അവരൊക്കെ മാരേജ് കഴിഞ്ഞു പോയി. ഓക്കെ, അവരൊക്കെ മൂത്തതാണ് അല്ലേ? കുട്ടി, ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. ഈ പേരിനകത്ത് ജസീന എന്നുള്ള പേരിനകത്ത് സഹോദര പുണ്യം സാമീപ്യം ഒന്നും ഞാൻ കണ്ടില്ല. ഇനി അഥവാ ഉണ്ടാവണമെങ്കിൽ 4 7 വയസ്സിന്റെ വ്യത്യാസത്തിൽ മാത്രമേ അങ്ങനെയുള്ള ഡിസ്റ്റന്റിലാണ് അടുത്തൊരു സഹോദരൻ ഉണ്ടായതെങ്കിൽ മാത്രമേ അതിന് ഗുണം ഉണ്ടാവുള്ളൂ. ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. കുട്ടി തന്നെ ഒരു പൂർണ്ണ പുരുഷൻ പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ ജസീന VPക്ക് പറയുന്നുണ്ട് കേട്ടോ. വിവാഹം കഴിയുമ്പോൾ VP എന്നുള്ള ഒരു ഇനീഷ്യൽ എടുത്ത് കളഞ്ഞേക്കുക, റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുക. VP എന്നുള്ള ഒരു ഇനീഷ്യൽ നല്ലതല്ല കേട്ടോ. അല്ലല്ലേ? അതിപ്പോ റെക്കോർഡിക്കലായിട്ട് ഇപ്പൊ ജസീന VP എന്നാണ് വന്നിരിക്കുന്നത്. അതൊക്കെ എടുത്തു കളയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഭർത്താവിന്റെ പേര് വരുമ്പോ അത് സൂട്ടബിൾ ആയിട്ടൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ഒന്നാണ് ഭാഗ്യസംഖ്യ കേട്ടോ. ഒന്നില്ലേ? പിന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കല്യാണം കഴിയുന്നത് വിദേശത്ത് കഴിയുന്ന ഒരാളിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്നാണ് പറയുന്നത്. വിദേശം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വിട്ടാലും മതി. ചെന്നൈ, മുംബൈ, കർണാടക അവിടെയൊക്കെ കഴിയുന്ന കുടുംബസമേതമൊക്കെ കഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ വിവാഹം കഴിക്കുന്നതായിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ വിദേശത്ത് കഴിയാൻ പറ്റുന്ന ഒരവസ്ഥ. കുട്ടിക്ക് വിദേശവാസമൊക്കെയാണ് പറയുന്നത്. 42 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിദേശവാസം. അത് ഈ വർഷത്തിൽ തന്നെ ആവണം. പിന്നെ അത് കഴിഞ്ഞ 2018 മുതലാണ്. ഈ വർഷത്തിൽ തന്നെ വിവാഹം എൻഗേജ്മെന്റെങ്കിലും ആക്കണം എന്നല്ല. അല്ലെങ്കിൽ മാക്സിമം 2017 ഫെബ്രുവരി എന്റെ അകത്ത് 17 അടുത്ത വർഷമാണ് പറയുന്നത്. ഇപ്പൊ 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞുവല്ലോ. അങ്ങനെ ചെയ്യും. ഓക്കെ. ഒന്നാണ് ഭാഗ്യസംഖ്യ, വെള്ള നിറം, ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ ധരിച്ചോളൂ. ഇവിടെയും ശനിയാഴ്ച ദിവസം കറുപ്പ് ധരിക്കണം. ശനി എന്ന് പറഞ്ഞൊരു പേരിലാണ് VP വന്നപ്പോ ഇരിക്കുന്നത്. VP എന്നുള്ള ഇനീഷ്യൽ വന്നപ്പോൾ ശനി എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് വന്ന് ചേർന്നിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ജോലി കിട്ടുന്നൊക്കെ പ്രവചിച്ചത് അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. വിളിച്ചതിൽ നന്ദി ജസീന. ഹമ്പ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, വാഹനം ഓട്ടിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു പദപ്രയോഗമാണ് ഹമ്പ്. ഹമ്പ് എന്ന് പറഞ്ഞാൽ ദി റേസ്ഡ് പാർട്ട് ഓഫ് ദി ബാക്ക് ഓഫ് ദി ക്യാമൽ. അതിന് മുഴ, പിന്നിലെ മുഴ, കൂന് എന്നൊക്കെ പറയും. ഹമ്പ് എന്നാൽ അതാണ് അർത്ഥം. എന്നാൽ ഹംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻ എന്നാണ് അർത്ഥം. ജനിക്കുമ്പോഴേ കുഞ്ഞിന് ചാമ്പ്യൻ എന്ന് പേര് ഇടുക. 10ാം വയസ്സ് മുതൽ തന്നെ ആ കുട്ടി ലോക ചാമ്പ്യൻ പട്ടങ്ങൾ നേടുക, വനിത നേടുക. അനിതര സാധാരണമായ ഈ കീർത്തി ചെസ്സിലെ വനിതാ വിസ്മയമായ
കോനേരു ഹംപിക്ക് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. കോനേരു ഹംപിക്ക് അത് നേരത്തെ തന്നെ ഹംപി എന്നുള്ള പേര് ഇടാനായിട്ട് പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അശോക്, കോനേരു അശോക് എന്നായിരുന്നു. വീട്ടുപേരായിരിക്കാം. ചാമ്പ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. 10 വയസ്സുള്ളവരുടെ ലോക ചാമ്പ്യനായിരുന്നു 97-ൽ ഹംപി. പിന്നീട് 98-ലും 2001-ലും 14 വയസ്സിൽ താഴെയുള്ളവരുടെ ലോക ചാമ്പ്യനായി. 2002-ൽ ലോക വനിതാ ജൂനിയർ ചാമ്പ്യനായി ആ കുട്ടി. 15 വയസ്സുള്ളപ്പോൾ ലോക ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ലഭിച്ചു. എന്നിങ്ങനെ കോനേരു ഹംപിയുടെ പട്ടങ്ങളുടെ നിര വളരെ നീളുകയാണ്. ആന്ധ്രാപ്രദേശിലാണ് അവർ ജനിച്ചത്. ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് തോന്നിയ ആ പേര് നാമകരണം ചെയ്തത് ഇന്ന് മകൾ ലോകത്തിലെ വനിതാ ചെസ്സിലെ 2ാം നമ്പർ താരമായി വളർന്നിരിക്കുന്നു. പേരിൻ്റെ വിസ്മയമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ കുട്ടിക്ക് പേര് ഇടുമ്പോൾ ഇത്തരം അർത്ഥങ്ങൾ ഉള്ള പേരുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അനർത്ഥങ്ങളില്ലാതെ വിൻ സിറ്റുവേഷൻ ഉണ്ടാവാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞതാണ്. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ. ഹലോ, പേര് പറഞ്ഞോളൂ. സുജിൻ മേനോൻ പി. സുജിൻ മേനോൻ പി. മേനോൻ പി. ശരി. ഡേറ്റ് ഓഫ് ബർത്ത് 23/1/77. സുജിൻ എന്ന് പറഞ്ഞ SUJIN അല്ലേ? എവിടുന്ന് വിളിക്കുന്നു? ഗുരുവായൂർ. സുജിൻ വിവാഹിതനായിട്ടുണ്ടോ? ഇല്ല. ചങ്ങാതി 39 വയസ്സായിരിക്കണം. വിവാഹം കഴിക്കാൻ പറ്റാത്ത പേരിൻ്റെ ഒരു ഉടമയാണ്. അത് 32ാമത്തെ വയസ്സിൽ സാധ്യമായ ഒരു സമയം ഉണ്ടായിരുന്നു. അത് അവിടെ എന്താ ദോഷം എന്ന് വെച്ചാൽ താങ്കളുടെ ഭാഗ്യ നമ്പർ 5 ബുധൻ്റെ സാന്നിധ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശുക്രൻ എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് തടസ്സം സൃഷ്ടിച്ച കാരണം കൊണ്ടാണ് വിവാഹം കഴിയാൻ പറ്റാത്തൊരവസ്ഥ. 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടോ ഒരു സ്റ്റേബിൾ ഇല്ലാത്തൊരവസ്ഥയാണോ താങ്കൾക്ക് പ്രദാനം ചെയ്യുന്നത്. സുജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് തന്നെ ഒരു ദോഷം ഉള്ള ഒരു പേരാണ്. അതിന് പറയുക കോടതി വ്യവഹാരങ്ങളൊക്കെ കയറേണ്ടതായിട്ട് വരിക, സാമ്പത്തികമൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരിക. എന്നാൽ ഇദ്ദേഹം കലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മത്തിലോ ചലിക്കുന്ന സംഭവങ്ങളിലോ സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കുകയാണെങ്കിലോ രണ്ടാളും കൂടിയിട്ട് ചെയ്യുന്ന സംഭവങ്ങളിലോ ഒക്കെ ഇതിനെ ഒരു പരിധി വരെ മറികടക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥ പറയുന്നുണ്ട്. ഈ 41ാമത്തെ വയസ്സിലാണ് ഇനി അതിന് പറ്റുന്ന ഒരു സമയമായിട്ട് കാണുന്നത്. 2017-18 എന്ന് പറഞ്ഞ സമയത്തിലാണ് താങ്കൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കാണുന്നത്. കല്യാണമാണ് പ്രശ്നം, ഒന്നും ശരിയാവാത്തത്. അത് തന്നെയാണ് ഡിയർ. എന്ത് ജോലി ചെയ്യുന്നത് സുജിൻ മേനോൻ? എന്റെ കസിനാണ് പുള്ളി. ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ തൃശ്ശൂർ ഒരു ഫാക്ടറി ഇതിലാണ് ഹട്ടാനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സുജിൻ എന്ന് പറഞ്ഞ ഒരു പുരുഷനല്ലേ? പുരുഷൻ. ജോലി ചെയ്യണു അല്ലെ? വീട്ടിലെന്നും വരുന്ന രീതിയല്ലല്ലോ അല്ലെ? വീട്ടില് കുഴപ്പമൊന്നുമില്ല, സാമ്പത്തിക രീതി. അല്ല, ഞാനല്ല, വീട്ടിലേക്ക് എന്നും വരുന്ന രീതിയാണോ? എന്നും വീട്ടിലേക്ക് വരുന്ന രീതിയാണോ? അതെ അതെ അതെ. ഓക്കെ. വീട്ടിലേക്ക് ഒന്നും വരാത്ത വിധത്തിൽ ഉള്ള ഒരു ദൂരത്ത് ജോലി ചെയ്യുക, അതാണ് അതിന് കർമ്മമായിട്ട് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഇത്തിരി ഭേദപ്പെട്ട ഒരു സമയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 40ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം കല്യാണം കഴിച്ച കുഴപ്പത്തിലേക്ക് വരും. 41 വയസ്സ് 2018 ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. സു എന്ന് പറയുന്നതും ജിന്ന് എന്ന് പറയുന്ന ഇതൊക്കെ അതിൻ്റെ അർത്ഥ വ്യതിയാനങ്ങൾ വഴിയാണ് ഇദ്ദേഹത്തിന്. ആൻഡ് ഇതൊക്കെ കൂടാതെ മേനോൻ, മെന്നാണ്, ഓണാണ്, നോണാണ് എന്നൊക്കെയാണ് മേനോൻ എന്ന് പറഞ്ഞ വാക്കിനകത്ത് കാണുന്ന വിശേഷണങ്ങൾ ന്യൂമറോളജിസ്റ്റ് പറയുക. അതിൻ്റെ കൂടെ പിയും കൂടി വന്നപ്പോൾ അതിലേറെ കുഴപ്പങ്ങളായി എന്നൊക്കെയാണ് പറയുക. എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക. ഇനിയിപ്പോൾ പേരിൽ മാറ്റം വരുത്തിയാൽ അതൊന്നും നമുക്ക് ഗസറ്റിൽ പബ്ലിഷ് ചെയ്താലും തന്നെ ഒരു പരിധി വരെ അതിൻ്റെയൊക്കെ ഊർജ്ജം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് ഇനി വളരെ ശ്രദ്ധിച്ച് കഴിക്കുക. വിവാഹത്തിന് തടസ്സമുള്ള പേരും ആണ്. സമ്പത്തിനോ ജോലിക്കോ ഒന്നും കുഴപ്പം ഒന്നും വരുന്നില്ല.
5 ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം പച്ച നിറം, നീല നിറം ധരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മമാണ് അദ്ദേഹത്തിന് ഏറ്റവും ആപ്റ്റായിട്ട് പറയുന്നത്, സ്കൂളുമായിട്ട്. അപ്പോൾ നമുക്കതിന് ലെക്ചർ, പ്രൊഫസർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ട് പറയണം. അതിൽ മാറാൻ പറ്റുന്ന ഒരവസ്ഥ. ആളതിന്റെ ഇടയിലൊന്ന് ഗൾഫിൽ പോയി 2-3 മാസം ഒന്നും ശരിയായി തിരിച്ചു വന്നിട്ട് പഴയ ജോലിയിൽ തന്നെ കയറി. അതാണ് അപ്പോൾ പേരിൽ വന്ന ഒരു ദോഷമാണ് ഡിയർ. അപ്പോൾ അതിന് ഇനി പേരുകൊണ്ട് മാറ്റിക്കൊണ്ടല്ല, അതിന് മാറാനായിട്ട് പോകുന്നില്ല. അടുത്ത കൊല്ലം ഇതിനൊന്നും ശ്രമം നടത്തരുത്. 2018 41 വയസ്സ് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ 42, പിന്നെ 50 വയസ്സ് വരെ പിന്നെ പറ്റാതെ അവസ്ഥ വരും. 50 വയസ്സ് വരെ യോഗം വിവാഹത്തിന് കുറഞ്ഞ ഒരു പേരിന്റെ ഉടമയാണ് സുജിൻ മേനോൻ പി. പച്ചനിറം, നീലനിറം ധരിക്കുക. 5 ഭാഗ്യസംഖ്യ. വിളിച്ചതിൽ ലക്കി നമ്പർ 5. ഓക്കെ. ചന്ദ്രന്റെ പ്രതീകം, സിംബൽ, ഒരു ലംബമായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വഞ്ചിയാണ്, തോണി എന്ന് പറയും. ജീവൻ, ആകൃതി തുടങ്ങിയ അവ ഉണ്ടാക്കുന്നതിൽ ചന്ദ്രന് വളരെ പ്രാധാന്യമുണ്ട്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വിശേഷണം ജലമാണ്. അവിടെ പാറ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ജലസാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കണ്ടെത്തൽ. ഇനി അതൊന്നും ഇല്ലെങ്കിലും തന്നെ ചന്ദ്രനെ ഇങ്ങനെ ജലസാന്നിധ്യത്തിൻ്റെ ഒരു രൂപമായിട്ട് ന്യൂമറോളജിസ്റ്റ് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലവുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഇവർ ഏർപ്പെടുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഇവരിൽ ഒരു മടിയൻ സ്വഭാവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ടുള്ള ഒരു പേരിൻ്റെ കെ എന്ന് വെക്കുന്നതാണ് അതിലേറ്റവും നല്ലത്. കെ എന്ന് പറഞ്ഞാൽ കെ എന്നുള്ള ഇനീഷ്യൽ വരാം, അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യത്തിൽ വരാം. കരുണാകരൻ, കെ കരുണാകരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2 കെ അവരാണ് ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. അതിൽ തന്നെ കിങ്ഡം എന്നൊക്കെ പറയും. നമുക്ക് വീണ്ടും ഒരു കോള്, അവസാനത്തെ കോള്. ഹലോ. പേര് പറഞ്ഞോളൂ കുട്ടി. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്. എബി ജേക്കബ്. സിബി SIBI അല്ലേ? BY. സിബി ജേക്കബ് JACOB അല്ലേ? CBSIBY അങ്ങനെയാണല്ലോ അല്ലേ? സിബി ജേക്കബ് അങ്ങനെയാണല്ലോ പേര്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 9/3/1975. എവിടുന്നാ വിളിക്കുന്നത്? 9/3/1975. ഓ, കേട്ടു. എവിടുന്ന് വിളിക്കുന്നത്? സ്ഥലം? കോതമംഗലം. ഇതാരാ, സഹോദരനാണോ കുട്ടീനെ? അല്ല, ചേട്ടനാണ്. ഓക്കെ. ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ളൊരു സമയത്തിൽ മോശമായൊരു സമയമാണ്. ജോലി വിട്ട് മറ്റൊന്നിലേക്ക് പോകണമെന്നൊക്കെ, വിസ മാറണമെന്നോ, ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ വിസ മാറണമെന്നോ ഒക്കെ വിചാരിച്ചിരിക്കുന്ന നേരാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ജോലി മാറണമെന്ന് പറയുന്ന ഒരു നേരത്തിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്, സിബി ജേക്കബ്. അങ്ങനെ ഈ വർഷം മാറാനായിട്ട് ഇടവരരുത്. ഇടവരും എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അതിന് നമ്മൾക്ക് മറികടക്കണം. നമ്മൾ ഈ വർഷം മാറുന്നില്ല എന്ന് പ്രകൃതിയോട് അങ്ങ് പറഞ്ഞാൽ മതി. അടുത്ത കൊല്ലത്തിൽ 42 വയസ്സ് ആവുമ്പോൾ, ഇപ്പം 41 ആയിട്ടുണ്ട്, 42 വരണമെങ്കിൽ 2017 വരണം. അപ്പോൾ അദ്ദേഹത്തിന് ഗുണമായിട്ടുള്ള ഒരു ജോലി, വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവാം. അത് വിദേശത്തോ സ്വദേശം വിട്ടിട്ടോ ചെയ്യുന്നത്, യൂണിഫോം അണിയുന്ന ജോലി ഒക്കെ ആയിട്ടാണ് നല്ലതായിട്ട് പറയുന്നത്. സിബി ജേക്കബ്, സിബി എന്നുള്ള പേരിൽ തന്നെ പറയുക, സ്വന്തം നാട്ടിലല്ലാതെ ജോലി ചെയ്യുന്ന അവസ്ഥയാണ് പറയുന്നത്. 41 വയസ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് വിവാഹമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സമയം ഇപ്പൊ 41 ആയ കാരണം കൊണ്ട് 34 അല്ലെങ്കിൽ 30 ഒക്കെ വിവാഹം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന് തടസ്സമുള്ള ഒരു ജാതകമായിട്ട് കാണുന്നുണ്ട്. വിവാഹിതനാണോ സിബി ജേക്കബ്? വിവാഹിതനാണ്, കുട്ടികളുമുണ്ട്. വിവാഹിതനാണ്. എപ്പോഴാണ് കഴിഞ്ഞത് ഒന്ന് പറയാമോ?
30 അല്ലെങ്കിൽ 34, 30, 33, 34 ഒക്കെയാണ് പറഞ്ഞത്. 30, 33, 34 അങ്ങനെയാണോ? 30-ലോ 33-ലോ 34-ലോ? അതെ അതെ 34-ലായിരുന്നു. 34-ന് ശേഷം. ഓക്കെ, 34 നല്ല സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വിവാഹം കഴിയാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിയണം എന്നുള്ള ജാതകത്തിൽ പറയണമെന്നുണ്ട്. സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടിയും ഡിലേ ആവുമെന്നാണ് പറയുന്നത്. അദ്ദേഹം വിദേശത്താണോ? വിദേശത്തല്ല, ഇപ്പൊ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ സമയം നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. വിദേശത്തേക്ക് പുതിയതായിട്ട് പോവുകയാണെങ്കിൽ ഇദ്ദേഹം ജനുവരിയിലോ ഫെബ്രുവരിയിലോ പോയാൽ മതി. ജനുവരി ഫെബ്രുവരി അല്ലേ? അതാണ് നല്ലത്. അത് അപ്പോൾ പിന്നെ തോൽവി എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് ചുമരിൽ പന്തടിച്ച പോലെ വരാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. നല്ല ദൈവാധീനം ഉണ്ടാവും. അവിടെ ചെന്ന് എങ്ങനെയൊക്കെയോ അത് രക്ഷപ്പെട്ട പോലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് 2017 എന്ന് പറഞ്ഞ സമയം തുടങ്ങുന്നത്. 2017 ജനുവരി മുതൽ അല്ലേ? ജോലി എന്താണ് ആള് ചെയ്യുന്നത്? ഇലക്ട്രിക്കിനായിട്ടോ അല്ലെങ്കിൽ ഡ്രൈവറാണ്? ഓക്കെ ഓക്കെ ഓക്കെ, യാത്ര ചെയ്യുന്ന തൊഴിൽ. ഓക്കെ, അത് നല്ലതാണ്. വലിയ വണ്ടിയാണ് ആവണമെന്നാണ് പറയുന്നത്. ചെറിയ വണ്ടി ഒന്നല്ല, കാറ് ജീപ്പ് ഒന്നല്ല, വലിയ വണ്ടി, ഒരുപാട് വീലുള്ള വണ്ടികളൊക്കെ ഓടിപ്പിക്കണം, JCB പോലെ ഓടിപ്പിക്കണം. അതിനുവേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാലും വിദേശത്ത് നല്ല ശമ്പളം, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് അദ്ദേഹത്തിന്. 2017 വളരെ നല്ല സമയമാണ് കേട്ടോ. ജനുവരിക്ക് അപ്പുറം പോയാൽ മതി അല്ലേ? ജനുവരി മുതൽ പൊക്കോളൂ, അനുകൂലമായ ഒരു സമയം തന്നെയാണ്. വീടെല്ലാം അപ്പോഴാണ് വരുന്നുള്ളൂ. അതുവരെ വീടൊന്നും ഇല്ലാത്ത ഇദ്ദേഹം സ്വന്തം ആയിട്ട് അഭയാർത്ഥിയായിട്ട് കഴിയുക എന്നാണ് പറയുന്നത്. അതിന് വിദേശം സ്വദേശം അല്ലാതെ കഴിയുക, ഡ്രൈവിംഗ് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ചയിലോ മാസത്തിലൊക്കെ വരുന്ന ഒരു സംഭവം ആവുക, ഇതൊക്കെയാണ് പറയുന്നത്. ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ ടൈലറിങ്ങോ പോലെയൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായാലാണ് പൂർണ്ണമായ ഒരു പുരുഷനായിട്ട് ജീവിക്കാനായിട്ട് CB ജേക്കബിന് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞത് ശരിയാണല്ലോ അല്ലെ? 9 ഭാഗ്യസംഖ്യ. ചുവപ്പ് നിറം ധരിക്കുക, മഞ്ഞ നിറം ധരിക്കുക, ഇത് രണ്ടും ധരിച്ചോളൂ. വെള്ള നിറം ഇദ്ദേഹത്തിന് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. വെള്ളയും പച്ചയും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, വിളിച്ചതിൽ നന്ദി CB ജേക്കബ്. 4-ാം തീയതി കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 5-ാം തീയതി സുൽത്താൻ ബത്തേരിയിലും, 7-ാം തീയതി തൃശ്ശൂരും, 8-ാം തീയതി ചാലക്കുടിയിലും, 11-ാം തീയതി കോട്ടയത്തും, 12-ന് സെക്കൻഡ് സാറ്റർഡേ കൊല്ലത്തും ക്യാമ്പുണ്ട്. 14-ാം തീയതി തൊടുപുഴയിലും, 18-ന് ചേർത്തലയും, 19-ാം തീയതി പത്തനംതിട്ടയിലും ക്യാമ്പുണ്ട്. ബുധനാഴ്ച എറണാകുളത്തുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, മൊബൈൽ നമ്പർ 80 11 87 97 55 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. 8086119755. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ 9847900001 9847 900 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലമനൌഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസ്തത്ര ദുർലഭ. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല, ഔഷധ മൂല്യങ്ങളില്ലാത്ത വേരുകളില്ല, ഗുണങ്ങളില്ലാത്ത മനുഷ്യരുമില്ല. കൂട്ടി യോജിപ്പിക്കുന്ന യോജകസ്തത്ര ദുർലഭ, കൂട്ടി യോജിപ്പിക്കുന്ന കണ്ണികൾക്കാണ് കുറവ്. കൂട്ടി യോജിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത് ഇന്ന് നിലവിലുള്ളത് നാമം മാത്രമാണ്. നിങ്ങളെയും പേരിനെയും ഒരു ട്രാക്കിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ റെയിൽ പയനങ്ങൾ പോലെ ഒരിക്കലും ട്രാക്ക് തെറ്റാതെ, അഥവാ ലോക്കോ പൈലറ്റ് ഒന്ന് ഉറങ്ങിയാൽ പോലും അപകടം ഉണ്ടാവാത്ത വിധത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന നാമം വെക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ചില പേരുകൾ ചിലർക്ക് നന്നാവും, മറ്റു ചിലർക്ക് ദോഷം വരും. എല്ലാ പേരിനെയും ദോഷമെന്നോ ഗുണമെന്നോ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിൽ ഇനീഷ്യലിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇനീഷ്യലും കൂടി വരുമ്പോൾ ചില പേരുകാർ തന്നെ, ദോഷമുള്ള പേരുകാർ തന്നെ നന്നായി കണ്ടിട്ടുണ്ട്. പേരിന് ഗുണമുണ്ടായിട്ട് ഇനീഷ്യലിൻ്റെ ദോഷം കൊണ്ട് ഗുണമില്ലാത്തൊരവസ്ഥയും വന്നിട്ടുണ്ട്. ഇത് ഈ യുഗത്തിൻ്റെ ശാസ്ത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പേരിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല നാളെ കേരളത്തിനും ഇന്ത്യക്കും തന്നെ പടുത്തുയർത്താൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ 60-ാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ ന്യൂമറോളജിക്കലായിട്ട് നിങ്ങളുടെ നാമം മാറ്റാനായിട്ട്, കേരളത്തിൻ്റെ പേര് തന്നെ കേരളം
എന്നാക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. കേരള എന്ന് പറഞ്ഞ പേരിനകത്ത് ദോഷമുള്ളതായിട്ട് ഞാൻ ഒരു വട്ടം ഒരു 2 കൊല്ലം മുപ്പാടൊക്കെ അതൊക്കെ പറയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാവും അവരുടെ ചെവികളിലൊക്കെ അത് എത്തിയിട്ടുണ്ടാവുക. അതിനും അനുകൂലമായ ഒരു സമയമാണ്. ഇനി അടുത്ത ബുധനാഴ്ച രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് പ്രോഗ്രാം കാണാം. ഒപ്പം യൂട്യൂബിലും ഇത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് വിളിച്ച എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്.